വിഴിഞ്ഞത്ത് സീ ഫുഡ് കഴിച്ച 2 പേർ മരണപ്പെട്ടു. ഒരാൾ ഗുരുതരാവസ്ഥയിലാണ്. എല്ലാവർക്കും മത്സ്യങ്ങൾ, അത് കടലിലെ മത്സ്യങ്ങൾ കഴിക്കാനായിട്ട് എല്ലാവർക്കും താല്പര്യമുണ്ട്. പലരും ഞണ്ട് അല്ലെങ്കിൽ ക്രാബ്, സീയിൽ ലഭിക്കുന്ന മീനിൻ്റെ എഗ്ഗ്, അതുപോലെ കണവ, കൊഞ്ച്, കല്ലിമേക്കായ എന്നൊക്കെ പറയുന്നത് കഴിക്കാൻ എല്ലാവർക്കും വലിയ താല്പര്യമാണ്. നല്ല രുചിയുമുള്ള ഭക്ഷണമാണ്. നിലമേലെ ഹോട്ടൽ നടത്തുന്ന റഷീദ ബീവി എന്ന 58-കാരിയും മകളും മകളുടെ ഭർത്താവ് ഷാജിയും അവരെ 2 മക്കളും വീടിനടുത്തുള്ള കണ്ണൻ എന്ന ആളും ഇവർ വിഴിഞ്ഞത്ത് വന്നു സീ ഫുഡ് കൊടുക്കുന്ന ഒരു ഹോട്ടലിൽ കയറി ഭക്ഷണം കഴിച്ചു. അവിടെ ഉണ്ടായിരുന്ന മീൻമുട്ട, കടലിൽ ലഭിക്കുന്ന അത് ഫ്രൈ ചെയ്തത്, ചിപ്പി, പിന്നെ കൊഞ്ച് കഴിച്ചു, കണവ കഴിച്ചു, കൂടെ പൊറോട്ടയും അപ്പവും കഴിച്ചു. അതിൻ്റെ കൂടെ ശീതളപാനീയം കൂടെ കഴിച്ചു. ഇതെല്ലാം വിരുദ്ധ ഭക്ഷണങ്ങളായിട്ടാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും ആ 6 പേര് അവിടെ വന്നതിൽ 2 പേര് മരണപ്പെട്ടു, ഒരാൾ ഗുരുതരാവസ്ഥയിൽ കിടക്കുന്നു. പക്ഷേ 2 കുട്ടികളും കണ്ണൻ എന്ന് പറഞ്ഞ ആൾക്ക് ഒരു പ്രശ്നവുമില്ല. അവർ കഴിച്ച പദാർത്ഥങ്ങളിൽ ഇപ്പോൾ 2 കുട്ടികളും ആ കണ്ണൻ എന്ന് പറഞ്ഞ ആളും അവർ കഴിച്ചത് ചിപ്പി, കണവ, പൊറോട്ട, അപ്പം, പിന്നെ ശീതളപാനീയം. അവർക്ക് വലിയ പ്രശ്നം തോന്നിയില്ല. ഇത് കൊഞ്ച് കഴിച്ചവരും മീൻമുട്ട കഴിച്ചവർക്കുമാണ് അപകടമുണ്ടായത്. അത് ആ കുട്ടികളും കണ്ണനും കഴിച്ചില്ല. കൊഞ്ചും നമുക്കറിയാം, പല കൊഞ്ചിലും അതിനകത്ത് പോയിസൺ ഉണ്ട്. പലർക്കും, ചിലർക്ക് അത് പിടിക്കില്ല, ചിലർക്ക് വലിയ പ്രശ്നം ഉണ്ടാവില്ല. ഏതായാലും ഈ മത്സ്യം കടലിൽ നിന്ന് പിടിക്കുന്നത് എത്ര വേവിച്ചാലും എത്ര ചൂടാക്കിയാലും ശരി, അതിൻ്റെ പോയിസൺ പോവില്ല. അത് തന്നെ ആ ഭക്ഷണം നമ്മൾ പ്രത്യേകിച്ച് ചൂട് സമയത്ത് ഹോട്ടലിൽ പാത്രത്തിൽ വെച്ചാൽ ചൂടായതുകൊണ്ട് അത് പെട്ടെന്ന് അണുക്കൾ മൾട്ടിപ്ലൈ ചെയ്യും, ഇരട്ടിക്കും, പോയിസൺ കൂടുകയും ചെയ്യും. ഇത് കഴിച്ചാൽ ഉടൻ തന്നെ 1 മണിക്കൂറിനകം മരണം സംഭവിക്കാം. ഇവിടെ അത് തന്നെ വൊമിറ്റ് ഉണ്ടാവും, എന്ന് പറഞ്ഞാൽ ഛർദി വരും, മലം പോകാം, പിന്നെ ബ്ലഡ് പോകാം, വൊമിറ്റിങ്, ഇതെല്ലാം ഒന്നിനു പുറകെ ഒന്നായിട്ട് വരും. ശരീരം പിടിക്കില്ല, പുറത്തേക്ക് തള്ളാൻ നോക്കും. പിന്നെ ചിലർക്ക് ചില പദാർത്ഥങ്ങൾ, ചില ഫുഡ് കഴിച്ചാൽ അലർജി ഉണ്ട്. അത് ചിലർക്കറിയാം. അത് കഴിച്ചാൽ അത് തന്നെ ഭക്ഷണം അവിടെ പാകം ചെയ്ത് കുറച്ച് നേരം വെച്ചിരുന്നാൽ അതിനകത്ത് ബാക്ടീരിയയുടെ ഗ്രോത്ത് ഉണ്ടാവും, വളർച്ച ഉണ്ടാവും. എന്തായാലും ന്യൂറോടോക്സിന് സീ ഫിഷിൽ 99% ഉണ്ട്. ചിലതത് മനുഷ്യന് അത്ര ഏൽക്കില്ലെന്നേ ഉള്ളൂ. ഇത് പോയിസണസ് ആയ അവർക്ക് പെട്ടെന്ന് അവരുടെ ചുണ്ട് മരവിക്കും, ത്രോട്ടിന് പ്രശ്നം, നാക്ക് മരവിക്കും, അവരുടെ തൊണ്ടയ്ക്ക് പ്രശ്നമാവും. അതുപോലെ തന്നെ അത് പെട്ടെന്ന് ഈ പോയിസൺ, ഈ ന്യൂറോടോക്സിനെ നമ്മുടെ തലയിലേക്ക്, നെർവസ് സിസ്റ്റത്തിലാണ് അഫക്റ്റ് ചെയ്യുന്നത്. പെട്ടെന്ന് നമ്മുടെ തലയിൽ ആ പോയിസൺ അങ്ങ് എത്തും. നെർവസിനും തലയ്ക്ക് ബ്രെയിനിലൊക്കെ പ്രശ്നം പെട്ടെന്നാവും. 1 മണിക്കൂർ മുതൽ 3 മണിക്കൂറിനകം അങ്ങനെയുള്ളവർ മരണപ്പെടും. ഇവിടെ ആ ഹോട്ടലിൽ നിന്ന് ഇറങ്ങി ഇവർ കാറിൽ കയറി കഴിഞ്ഞപ്പം തന്നെ ദേഹാസ്വാസ്ഥ്യമുണ്ടായി. ഇവർ നിലമേലിട്ട് പോകുന്ന വഴിക്ക് ഇവർ രാത്രിയിലാണ് 10-10:30 വിഴിഞ്ഞത്ത് വന്ന് ഈ ഹോട്ടലിൽ വന്ന് കഴിച്ചത്. അവർ 6 പേര് കൂടി, അവർ ഹോട്ടൽ നടത്തുന്നവരാണ്. അവർ വിഴിഞ്ഞത്ത് വന്ന് ഈ സീ ഫുഡ് കഴിക്കാനുള്ള കൊതി കൊണ്ടാവാം ആ ഹോട്ടലിൽ വന്നത്. അത് നേരത്തെ പാകം വെച്ചിരിക്കുകയായിരുന്നു, ചൂടാക്കി കൊടുത്തതായാലും ഈ പ്രശ്നങ്ങളുണ്ടാകാം. ഏതായാലും ഷെൽഫിഷ് എല്ലാം പോയിസണസ് ആണ്, അത് നമ്മൾ വിചാരിച്ചോണം. നമുക്ക് പലർക്കും അറിയാം, കല്ലിമേക്കായുണ്ട്, ക്രാബ്, ഞണ്ടുണ്ട്, അതൊക്കെ ഷെല്ലുണ്ട്, ആവരണം ഉള്ളതാണ്.
അത് കഴിക്കുമ്പോൾ എപ്പോഴും സൂക്ഷിക്കണം, അത് പോയിസണസ് ആകും ചിലർക്ക് ഒട്ടും പിടിക്കില്ല. അതുകൊണ്ട് ഇങ്ങനെ കൊതിയോടെ കഴിക്കുന്നവരൊക്കെ വളരെ വളരെ സൂക്ഷിച്ച് വേണം കഴിക്കാൻ. ഞണ്ട് സാധാരണ പലരും കഴിക്കുന്നത് കണ്ടിട്ടുണ്ട്. അതുപോലെ തന്നെ കല്ലിമേക്കായ, അതും ചിലർക്ക് പിടിക്കില്ല, ചിലർക്ക് പിടിക്കും. കണവ ചിലർക്ക് പിടിക്കാതെ നമ്മൾ കണ്ടിട്ടുണ്ട്. എന്തായാലും ഓട്ടലും പശുവും കഴിച്ച ഉടനെ 2 പേർക്ക് പോകുന്ന വഴിക്ക് തന്നെ പ്രശ്നമുണ്ടായി. അത് ഷാജിയുടെ ഭാര്യ റഷീദ ബീവി എന്ന സ്ത്രീയുടെ മകള് സജിമോള് അവരിപ്പം ഗുരുതരാവസ്ഥയിൽ കിടക്കുകയാണ്. അവരുടെ ഭർത്താവ് റഷീദയുടെ മകൻ ഷാജി, അയാളും അമ്മയും റഷീദയും മരണപ്പെട്ടു. ഇവരുടെ കണ്ടീഷൻ വളരെ ക്രിട്ടിക്കലാണ്. സജിമോളുടെ ദമ്പതികൾ അവരുടെ 2 ആൺകുട്ടികൾക്ക് വലിയ കുഴപ്പമില്ല. കാരണം അവർ ഈ സീ എഗ്ഗും കഴിച്ചില്ല, അവർ പിന്നെ കഴിച്ചത് കൊഞ്ചാണ്. അപ്പോൾ കൊഞ്ച് കഴിച്ച് വയറ് നിറച്ച് കഴിച്ചിട്ടുണ്ടാവും, പോയിസണസ് ആയി കാണും. ആ 2 പേർക്ക് പെട്ടെന്ന് തന്നെ അതിൻ്റെ റിയാക്ഷൻ ഉണ്ടായി. പോകുന്ന വഴിക്ക് തന്നെ 2 പേരും ഹോസ്പിറ്റലിൽ ചെല്ലുന്നതിന് മുമ്പ് തന്നെ മരണപ്പെട്ടു. പോകുന്ന വഴിക്ക് ചില ഹോസ്പിറ്റലിൽ കാണിച്ചെങ്കിലും പെട്ടെന്ന് അവർ മെഡിക്കൽ സൗകര്യം കൂടുതലുള്ള ഹോസ്പിറ്റലിലേക്ക് പോയി. പക്ഷേ അതിന് മുമ്പ് തന്നെ അവർ മരണപ്പെട്ടു. മീൻ മുട്ടയും കൊഞ്ചും കഴിച്ചവർക്കാണ് 2 പേരും മരണപ്പെട്ടു, ഒരാൾ ഗുരുതരാവസ്ഥയിൽ കിടക്കുന്നു. നമുക്കറിയാം, നമ്മൾ പാരമ്പര്യമായിട്ടൊക്കെ കേട്ടിട്ടുണ്ട്, നമ്മളാരും കഴിക്കാറുമില്ല. കാരണം വീട്ടിൽ അപ്പനമ്മമാരൊക്കെ പറഞ്ഞു തന്നിട്ടുള്ളതാണ്. നമ്മൾ തൈര് കഴിക്കുന്നതിലൂടെ നാരങ്ങ കഴിക്കാൻ പാടില്ല, അത് വിരുദ്ധാകാരം എന്നാണ് പറയുന്നത്. അപ്പം നമ്മൾ ഈ പൊറോട്ട കഴിക്കുന്നത് അത്ര സേഫായിട്ട് എനിക്ക് തോന്നുന്നില്ല. അത് ഒരു സ്റ്റിക്കി ആയിട്ട് പൊറോട്ട വയറ്റിലോട്ട് ചെന്ന് സലൈവയായിട്ട് ചേർന്ന് വയറ്റിൽ ചെന്ന് കഴിയുമ്പം അതൊരു പശ പോലെ കിടക്കും. അതിലോട്ട് സ്റ്റക്ക് ചെയ്തിരിക്കുന്ന ടോക്സിന് അല്ലെങ്കിൽ ഏതെങ്കിലും വിഷാംശം ഉണ്ടെങ്കിൽ ഇതെല്ലാം ദഹിക്കാനായിട്ട് തന്ത്രപ്പെടുമ്പം അത് നെർവസ് സിസ്റ്റത്തിലേക്ക്, അത് നമ്മുടെ ചെറുകുടൽ വൻകുടലിൽ കൂടെ അബ്സോർവ് ചെയ്ത് പെട്ടെന്ന് നെർവസ് സിസ്റ്റത്തിലേക്ക് ചെല്ലും. ഇമ്മീഡിയറ്റായിട്ട് നമ്മൾ മരണപ്പെടുകയും ചെയ്യും. ഏതായാലും സീ ഫുഡ് കഴിക്കുന്നവർ ശ്രദ്ധിക്കണം. കാരണം അവർക്കറിയാം ചിലത് കഴിക്കാം, ചില ആൾക്കാർക്ക് പിടിക്കില്ല, അവരങ്ങനെയുള്ള ഉപേക്ഷിക്കുന്നത് തന്നെ നല്ലത്. കൊതിയുണ്ടെങ്കിൽ അത് ഉപേക്ഷിക്കുന്നതാണ് നല്ലത്. അതുപോലെ പൊറോട്ട ഇതിനകത്ത് കൂടെ എല്ലാവരും കഴിക്കുന്നതുണ്ട്. പൊറോട്ടയെ പറ്റി പലരും പല വിധത്തിൽ അഭിപ്രായം പറയുന്നുണ്ടെങ്കിലും അതൊരു സ്റ്റിക്കി പദാർത്ഥമാണ്. അതുകൊണ്ട് അത് വയറ്റിൽ ചെന്ന് കഴിഞ്ഞാൽ ഒരു പശ പോലെ നിൽക്കും, കുറേ സമയമെടുക്കും, മലം പോകാനൊക്കെ ബുദ്ധിമുട്ട് വരുന്ന കാര്യങ്ങളാണ്. അതിൻ്റെ കൂടെയൊക്കെ പലരും കൊതിയോടെ ശീതളപാനീയങ്ങളും കഴിക്കും. വെള്ളം കുടിക്കുക കുറച്ചൊക്കെ പ്രയോജനപ്പെടും. പ്രൈമറി ടോക്സിസിറ്റി ഇങ്ങനെയുള്ള സാധനങ്ങൾ കഴിക്കുമ്പോൾ നമുക്കുണ്ടാകും. അത് ന്യൂറോ ടോക്സിനാണ്. അത് പെട്ടെന്ന് തന്നെ തലയിൽ എത്തും, നമുക്ക് അബോധാവസ്ഥയിലേക്ക് പോകും. പൊതുവെ റെസ്പിറേറ്ററി ശ്വാസകോശ തടസ്സങ്ങളാണ് തുടക്കത്തിൽ തുടങ്ങുന്നത്. ഛർദി, വൊമിറ്റിങ്ങും വയറിളക്കവും വയറ്റിൽ നിന്ന് പോക്കൊക്കെ ഉണ്ടാവും, സഡനായിട്ടുണ്ടാവും. അത് ശരീരം അക്സെപ്റ്റ് ചെയ്യാതെ അവനെ തള്ളുന്നതാണ്. അതുകൊണ്ട് സീ ഫുഡ് കഴിക്കുന്നവർ വളരെ ശ്രദ്ധിക്കണം. കാരണം പ്രത്യേകിച്ച് നമ്മൾ കഴിച്ചിട്ടില്ലാത്ത പദാർത്ഥങ്ങൾ കൊതിയോടെ കഴിക്കുമ്പോഴാണ്. അതാണ് സീ എഗ്ഗ്. പല മത്സ്യങ്ങളുടെയും വയറ്റിൽ ചെറിയ മുട്ടകൾ ധാരാളം കാണും. അത് പലരും വളരെ രുചിയോടെ കഴിക്കുന്നത് കണ്ടിട്ടുണ്ട്. കഴിവുള്ളിടത്തോളം ഇങ്ങനെയുള്ള പദാർത്ഥങ്ങൾ കഴിക്കാതിരിക്കുന്നതാണ് നല്ലത്. അതുപോലെ കൂണൊക്കെ അറിയാം, സർവ്വസാധാരണ കൂണ് കഴിക്കുന്നവർ പലരും മരണപ്പെട്ടതൊക്കെ നമുക്കറിയാം. അത് കൂണ് പറമ്പിലുണ്ടാകുന്ന കൂണുകൾ മിക്കവാറും പോയിസണസ് ആണ്. അത് പലരും നല്ല കൂണ് എന്നൊക്കെ പറഞ്ഞ് കഴിക്കുന്ന കാണാം, അത് ഡേഞ്ചറസ് ആണ്. അതുപോലെ തന്നെ ക്രാബ്, ഞണ്ട്, കല്ലിമേക്കായ ഇതൊക്കെ വർജിക്കണം എന്നാണ് ഞാൻ പറയുന്നത്. അത് പലർക്കും പിടിക്കില്ല. ചിലപ്പോൾ ആ പദാർത്ഥം വേവിച്ചുണ്ടാക്കിയതിനകത്ത് ഈ ടോക്സിന് അത് പെട്ടെന്ന് മൾട്ടിപ്ലൈ ചെയ്യാനുള്ള അത് ചില മൈക്രോ ഓർഗാനിസംസാണ്. അത് ചൂട് സമയത്ത് പെട്ടെന്ന് മൾട്ടിപ്ലൈ ചെയ്യും. നമ്മൾ കഴിക്കുമ്പോൾ കൂടുതൽ പോയിസൺ ഒന്നിച്ച് പോകും. ആദ്യം മൾട്ടിപ്ലൈ ചെയ്യുന്ന മുമ്പ് കഴിക്കുന്നതിനെക്കാട്ടിലും കൂടുതൽ ശക്തിയായിട്ട് വയറ്റിനുള്ളിലേക്ക് പോയിസൺ കയറും. അത് റെസ്പിറേറ്ററി സിസ്റ്റത്തിൽ ആദ്യം അഫക്റ്റ് ചെയ്യും. സംസാരിക്കാൻ കഴിയത്തില്ല, തൊണ്ട വീക്കമുണ്ടാവും, നാക്ക് നമുക്ക് മരവിപ്പുണ്ടാവും, അതുപോലെ ചുണ്ട് മരവിക്കും, മുഖത്തിന് വളരെയധികം വ്യത്യാസങ്ങൾ വരും, കണ്ണിനൊക്കെ പ്രശ്നം വരും. അതുകൊണ്ട് കഴിവുള്ളിടത്തോളം ഇത് അവോയ്ഡ് ചെയ്യുന്നതായിരിക്കും നല്ലത്.